മലയാള സിനിമ പുതിയ പുതിയ ഉയരങ്ങൾ കീഴടക്കുന്നതായിട്ടാണ് നമ്മൾ കുറച്ച് നാളായിട്ട് മനസ്സിലാകുന്നത്. കാരണം മലയാളത്തിൽ ഈ 2026 മലയാള സിനിമയെ സംബന്ധിച്ച് 1000 കോടി നേടി. അത് ഒരു ഭാഷയിലും ഇന്ത്യയിലെ ഒരു ഭാഷയിലും 1000 കോടി നേടിയിട്ടില്ല. പക്ഷേ മലയാളത്തിൽ ആദ്യമായിട്ട് 6 മാസത്തിനുള്ളിൽ തന്നെ 1000 കോടി നേടി. പിന്നെ ഇനി പുതിയ ചിത്രങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതിനിടയിലാണ് 2 ചിത്രങ്ങളെ പറ്റിയുള്ള അനൗൺസ്മെൻറ്റ് നമ്മളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഒരു ചിത്രം വേറെ ഒന്നുമല്ല, രാസലീല എന്ന ചിത്രമാണ്. ഈ ചിത്രത്തെപ്പറ്റി ഞാൻ കൂടുതൽ പറയുമ്പോൾ തന്നെ ഈ ചിത്രത്തെപ്പറ്റി നമുക്കുള്ള ആകാംക്ഷ മനസ്സിലാവും. ആദ്യ ചിത്രം എന്ന് പറയുന്നത് ഭരതനാട്യമാണ്. ഭരതനാട്യം എന്ന് പറയുന്ന ചിത്രം ഒരു ശ്രദ്ധയെ ആകർഷിച്ചില്ല. കൃഷ്ണദാസ് മുരളിയുടെ സംവിധാനത്തിൽ ഇറങ്ങിയ ഭരതനാട്യം എന്ന ചിത്രം ശ്രദ്ധിക്കപ്പെടാത്ത പോയതിൻ്റെ ചിത്രം എന്ന് പറയുന്നത് അതിനകത്ത് സൂപ്പർ താരങ്ങളൊന്നുമില്ല. ഫൈജു കുറുപ്പ് എന്ന് പറയുന്ന ഒരു താരമാണ് അതിനകത്ത് അഭിനയിച്ചത്. ഭരതൻ നായരുടെയും കുടുംബത്തിൻ്റെയൊക്കെ കഥ പറഞ്ഞ ചിത്രം ഫീൽ ഗുഡ് മൂവി എന്ന തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. തിയേറ്ററിൽ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും OTT വന്നപ്പം ഇതൊരു വമ്പൻ ശ്രദ്ധ ആകർഷിച്ചു. OTT തരംഗമായി ഭരതനാട്യം മാറുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ ചൂട് പിടിച്ചാണ് അവരോളം തന്നെ മോഹിനിയാട്ടം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ 2ാം ഭാഗമായിട്ട് എത്തുന്നത്. ഭരതൻ നായരുടെ മരണത്തിന് ശേഷം വീണ്ടും അവരുടെ കുടുംബത്തിലെത്തുന്ന ഗോവിന്ദരാജ് എന്ന് പറയുന്ന രാജ് വെഞ്ഞാറമൂട് എന്ന വ്യക്തിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കഥ പറയാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണവും അതിനുശേഷം ആ കുടുംബത്തിനുണ്ടാകുന്ന അതിൽ നിന്ന് തിരിച്ചു കയറാൻ വേണ്ടി ആ കുടുംബം നടത്തുന്ന ചില സാധനങ്ങളുമാണ് ഈ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ ചിത്രം പരാമർശിച്ചത്. വമ്പൻ വിജയമാകുന്നത് കാണുന്നു. 50 കോടിക്ക് മുകളിലാണ് ഈ ചിത്രം നേടിയത്. ഫൈജു കുറുപ്പിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് ഈ ചിത്രം മാറി. ഫൈജു കുറുപ്പും കലാരഞ്ജിനിയും സുരാജ് വെഞ്ഞാറമൂടും ഒക്കെ മികച്ച അഭിനയം കാഴ്ചവെച്ച് ഒരു ഡാർക്ക് ഹ്യൂമർ സെറ്റപ്പിലാണ് ഈ ചിത്രം പറഞ്ഞു പോയത്. ആദ്യത്തെ ചിത്രം ഫീൽ ഗുഡ് ആണെങ്കിൽ 2ാമത്തെ ചിത്രം മോഹിനിയാട്ടം ഡാർക്ക് ഹ്യൂമർ പറഞ്ഞു. 3ാമത്തെ ചിത്രമായ രാസലീല പറയാൻ പോകുന്നത് ഒരു ഹൊറർ മൂഡിലുള്ള ചിത്രമാണ്. ഹൊറർ എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ഭരതൻ നായരുടെയോ ഗോവിന്ദരാജിൻ്റെയോ ഒക്കെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആത്മാക്കൾ ഈ കുടുംബത്തിലുണ്ടാകുന്ന ചില സംഭവങ്ങളായിരിക്കാം ഒരുപക്ഷെ പരാമർശിക്കാൻ പോകുന്നത് എന്ന് ഇപ്പം തന്നെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി അതാണോ അതുക്കും വേറെ വല്ലതുമാണോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏതായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, ഭരതനാട്യം എന്ന ചിത്രമോ മോഹിനിയാട്ടം എന്ന ചിത്രമോ നേടാത്ത ഹൈപ്പ് രാസലീല എന്ന ചിത്രത്തിൻ്റെ പ്രഖ്യാപനത്തോടെ തന്നെ ഈ ചിത്രം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം വൈകാതെ തന്നെ ഈ ചിത്രം ഷൂട്ടിംഗ് ആരംഭിക്കുകയും ഈ കൊല്ലം തന്നെ തിയേറ്ററിൽ എത്താനാണ് അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നത്. കാരണം ഈ 2 ചിത്രങ്ങളുടെ ഒരു ഹൈപ്പ് നിലനിൽപ്പുണ്ട്. അത് 3ാമത്തെ ഭാഗത്തിനും ഇത് ഗുണകരമായി മാറും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഈ ചിത്രത്തിന് രാസലീല എന്ന ചിത്രത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. രാസലീല എന്ന ചിത്രം ഒരുപക്ഷെ പഴയ കഥാപാത്രങ്ങളുടെ തുടർച്ചയായിരിക്കാം. പുതിയ കഥാപാത്രങ്ങൾ ചിത്രത്തിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. കൃഷ്ണദാസ് മുരളി തന്നെയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മികച്ച ഒരു അനുഭവം തന്നെയായിരുന്നു ഭരതനാട്യവും മോഹിനിയാട്ടവും. അതുപോലെ ഫൈജു കുറുപ്പിൻ്റെ കരിയറിലെ തന്നെ മികച്ച 2 ചിത്രങ്ങൾ. അതിൻ്റെ 3ാം ഭാഗത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുപോലെ മറ്റൊരു ചിത്രത്തിൻ്റെ വാർത്ത വരുന്നുണ്ട്. മമ്മൂട്ടിയുടെ വളരെ നാളിന് ശേഷം ഒരു ഹിറ്റ് ചിത്രമാണ് കളങ്കാവൽ എന്ന ചിത്രം. മമ്മൂട്ടിയെ വില്ലനായി അവതരിപ്പിച്ചുകൊണ്ട് ജിതിൻ കെ ജോസ് എന്ന് പറയുന്ന സംവിധായകൻ നമ്മളെ ഞെട്ടിപ്പിച്ചു. കളങ്കാവൽ എന്ന ചിത്രം മമ്മൂട്ടിയുടെ കരിയർ തന്നെ മാറ്റിവെക്കാവുന്ന ഒരു ചിത്രമാണ്. കാരണം അദ്ദേഹം വില്ലനായിട്ടൊന്നും ആ ചിത്രത്തിൽ അഭിനയിച്ചിട്ടില്ല, വില്ലനായിട്ട് വരുന്നു. അതൊരു വൻപൻ വിജയമായി മാറുന്നു. ഏതായാലും മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കെല്ലാം 100 കോടി തികഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം ഇപ്പോഴും നിലനിൽപ്പുണ്ട്. ഏതായാലും ഒരു വിജയ ചിത്രമായിട്ട് കളങ്കാവൽ മാറുന്നു. അതിനുശേഷം ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മായൻ ചാപ്റ്റർ 1 എന്ന ചിത്രം. ഇതിൻ്റെ ഷൂട്ടിങ് ഓഗസ്റ്റ് 12-ാം തീയതി ആരംഭിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ജിതിൻ കെ ജോസ് തന്നെയാണ് ഇതിൻ്റെ തിരക്കഥ എഴുതുന്നത്. ഇതിൻ്റെ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ ജയസൂര്യയാണ്. ജയസൂര്യയുടെ നായകനായിട്ട് എത്തുന്ന ഒരു ഫാൻറ്റസി ചിത്രമാണ് മായൻ എന്നാണ് അറിയാൻ പറ്റുന്നത്. നൈല ഉഷ, വിജയബാബു, നിരഞ്ജന അനൂപ് എന്നിവരെല്ലാം
ഈ ചിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു എന്നാണ് അറിയുന്നത്. അതുപോലെ ഈ ചിത്രം നിർമ്മിക്കുന്ന മാജിക് മൂൺ പ്രൊഡക്ഷൻ്റെ ബാനറിലാണ് ചിത്രം നിർമ്മിക്കുന്നത്. മാജിക് മൂണിൻ്റെ മൂന്നാമത്തെ ചിത്രമാണ്. ആദ്യത്തെ ചിത്രത്തിൽ ഓർഡിനറി എന്ന ചിത്രം വൻ വിജയമായി, അനാർക്കലി എന്ന രണ്ടാമത്തെ ചിത്രവും വൻ വിജയമായി. അതിനുശേഷം വർഷങ്ങളുടെ ഗ്യാപ്പിന് ശേഷമാണ് ഇവർ മൂന്നാമത്തെ ചിത്രവുമായി എത്തുന്നത്. അത് തന്നെ പ്രതീക്ഷ ഉണർത്തുന്ന കാര്യമാണ്. കാരണം ചിത്രങ്ങളെല്ലാം വളരെ ഗൗരവതരമായി കാണുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. ഏതായാലും മൂന്നാമത്തെ ചിത്രവും വൻ വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. മായൻ ചാപ്റ്റർ 1. ഈ മായൻ ചാപ്റ്റർ 1 എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം അതുമായിട്ട് അനുസ്മരിക്കുന്ന ഒരു പേര് പോലെ തോന്നുന്നു. കാരണം ഒരുപക്ഷെ ഇതിൻ്റെ 2ഓ 3ഓ ഭാഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും 2ാം 3ഉം ഭാഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആദ്യത്തെ ചിത്രത്തിൻ്റെ വിജയത്തെ ആസ്പദമാക്കിയിരിക്കും. മലയാള സാഹിത്യത്തിൽ എപ്പോഴും പരാമർശിച്ചിട്ടുള്ള, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊരു സംഭവമാണ് കറുത്തച്ഛനൂട്ട് എന്ന് പറയുന്ന പരാമർശം. ഈ കറുത്തച്ഛനൂട്ട് എന്ന് പറയുന്ന പരാമർശത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുക്കുന്നത് എന്ന് അണിയറയിലൊരു സംസാരമുണ്ട്. അണിയറയിലല്ല, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സംസാരമുണ്ട്. അത് കൃത്യമാണോ എന്നുള്ളത് ഈ അണിയറ പ്രവർത്തകർ സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും അത് തന്നെ ഒരു ആകാംക്ഷ ഉണർത്തുന്ന കാര്യം തന്നെയാണ്. മായൻ എന്താണ് കഥ പറയാൻ ശ്രമിക്കുന്നത്, മായനിലൂടെ മലയാള സിനിമയ്ക്ക് എന്താണ് കിട്ടുന്നത് എന്നൊക്കെയാണ് പ്രേക്ഷകർ അറിയാൻ പറ്റുക. അതുപോലെ കളങ്കാവൽ എന്ന ചിത്രത്തിന് ശേഷം ജിതിൻ കെ ജോസിനെ സംബന്ധിച്ച് നമ്മൾ വളരെ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു സംവിധായകനും കൂടിയാണ്. അദ്ദേഹത്തിൽ നിന്ന് പുതുമയുള്ള സാധനങ്ങളൊക്കെ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടിയാണ് മലയാള സിനിമ കാത്തിരിക്കുന്നത്. ഇങ്ങനെ ഈ 2 ചിത്രങ്ങൾ, മലയാള സിനിമ കൗതുകത്തോടെ കാത്തിരിക്കുന്ന 2 ചിത്രങ്ങളുടെ പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നത്. ഈ 2 ചിത്രങ്ങൾ ഉടൻ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്ന് തന്നെ അറിയുന്നു. ഈ കൊല്ലം ചിത്രങ്ങളിൽ ഇറങ്ങുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും രാസലീല ഈ കൊല്ലം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ ഒരു ചെറിയ ചിത്രമാകാം. മായൻ ഒരുപക്ഷെ ബഡ്ജറ്റ് കൂടിയ ഒരു ചിത്രമാകാനും സാധ്യതയുണ്ട്. പുതിയ ചിത്രങ്ങളുമായിട്ട് മലയാള സിനിമ ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ.